നമസ്കാരം. 24 റൗണ്ടപ്പ് ആരംഭിക്കുന്നു. സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. വൻ ഭൂചലനത്തിൽ വിറങ്ങലിച്ച മ്യാൻമറിലും ബാങ്കോക്കിലുമായി മരണസംഖ്യ 144ആയി. 732 പേർക്ക് പരുക്കേറ്റു. ദുരന്തം നേരിടാൻ ഇരു രാജ്യങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ചൈനയിലും ഇന്ത്യയിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ദുരന്തബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. പ്രാദേശിക സമയം 12:50 റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. 12 മിനിറ്റിന്റെ ഇടവേളയിൽ തുടർചലനങ്ങളുമുണ്ടായി. മ്യാൻമറിന് 16 കിലോമീറ്റർ അകലെ സഗൈങ്ങാണ് പ്രഭവ കേന്ദ്രം. മ്യാൻമറിൽ നിന്ന് 900 കിലോമീറ്റർ അകലെയുള്ള ബാങ്കോക്കിലും ഭൂചലനമുണ്ടായി. ഭൂചലനത്തിൽ കൂറ്റൻ കെട്ടിടങ്ങൾ നിലംപതിച്ചു. ദേശീയപാതകൾ തകർന്നു. മ്യാൻമറിലെ രണ്ടാമത്തെ നഗരമായ മാൻഡിലെ തകർന്നടിഞ്ഞു. പ്രസിദ്ധമായ ആവാപാലം ഇറവാടി നദിയിലേക്ക് തകർന്നു വീണു. 70 നിർമ്മാണ തൊഴിലാളികളെ കാണാതായതായി വിവരമുണ്ട്. നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് വിവരം. ഭൂചലനത്തെ തുടർന്ന് അടിയന്തര യോഗം വിളിച്ച മ്യാൻമാർ പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി. രാജ്യം ഇതുവരെ നേരിടാത്ത പ്രതിസന്ധിയെ ശാന്തമായി നേരിടണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബാങ്കോക്കിലും മ്യാൻമാറിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ബാങ്കോക്കിൽ ഓഹരി വിപണിയിലെ വ്യാപാരം നിർത്തി. മെട്രോ റെയിൽ സർവീസുകൾ റദ്ദാക്കി. ചൈനയിലും ഇന്ത്യയിലും ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു. കൊൽക്കത്ത, ഇംഫാൽ, മേഘാലയയിലെ ഗാരോ കുന്നുകൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ദുരിതബാധിതർക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. തായ്ലൻഡിലെ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ തുറന്നു. ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയനും ദുരിതബാധിത മേഖലകളിൽ സഹായം വാഗ്ദാനം ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് 24. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനി ഉൾപ്പെട്ട മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണമില്ല. അന്വേഷണ ഉത്തരവ് നൽകാൻ മതിയായ തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പുനഃപരിശോധനാ ഹർജികൾ ഹൈക്കോടതി തള്ളിയത്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഹർജിക്കാരനായ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചു. മാത്യു കുഴൽനാടൻ നൽകിയ തെളിവുകൾ കേസെടുക്കാൻ മതിയായതല്ലെന്ന നിരീക്ഷണത്തോടെയാണ് ഹർജി ഹൈക്കോടതി തള്ളിയത്. സംശയം തോന്നിക്കുന്ന രേഖകൾ മാത്രമാണ് മാത്യു കുഴൽനാടൻ നൽകിയത്. സംശയത്തിന്റെ പുറത്ത് പൊതുപ്രവർത്തകർക്കെതിരെ അന്വേഷണം നടത്താനാകില്ല. ഇത് പൊതുപ്രവർത്തകരെ കളങ്കപ്പെടുത്തുന്നതിന് കാരണമാകും. പൊതുപ്രവർത്തകരെ പ്രതിയാക്കി വിളിച്ചു വരുത്തുന്ന നടപടി ഗൗരവതരമാണെന്നും ഇത് പൊതുപ്രവർത്തകരുടെ അന്തസ്സിനെയും മാന്യതയെയും കളങ്കപ്പെടുത്തുമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ മാത്യു കുഴൽനാടന് കഴിഞ്ഞിട്ടില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. അഴിമതി നടന്നുവെന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങളാണ് കോടതിക്ക് മുമ്പിൽ ഇപ്പോൾ ഈ പെറ്റീഷനിൽ നിന്നും ഈ മെറ്റീരിയൽസിൽ നിന്നും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല എന്നാണ്. ഈ വിധിയും എന്നെ നിരാശപ്പെടുത്തുകയോ എന്നെ തളർത്തുകയോ ചെയ്യത്തില്ല. വിധി കൂടുതൽ വിശദമായി പഠിച്ചതിന് ശേഷം സഹപ്രവർത്തകരുമായി കൂടിയാലോചിച്ചും ഉചിതമായ നടപടി സ്വീകരിക്കും. ഹൈക്കോടതി ഉത്തരവ് സംബന്ധിച്ച ചോദ്യത്തിന് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ മറുപടി ഇങ്ങനെ: എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ, വിഷു വരുന്നുണ്ട്, വിഷു ആശംസകൾ. പ്രതിപക്ഷത്തിനേറ്റ വലിയ തിരിച്ചടിയെന്ന് നിയമമന്ത്രി P രാജീവ്. യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടി കിട്ടാനുണ്ടോ? വിജിലൻസ് കോടതി തള്ളി, ഇവിടെ വന്ന് അതും തള്ളി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതൊന്നും ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് സമൂഹത്തോട് തുറന്നു പറയാനുള്ള ആർജവം പ്രതിപക്ഷത്തിനില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുന്ന സംഗതിയാണ്. CMRL ഉദ്യോഗസ്ഥരുടെ ഡയറി തെളിവാക്കി സ്വീകരിക്കാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. മാസപ്പടി വിവരങ്ങൾ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നും പ്രഥമ ദൃഷ്ട്യാ തെളിവല്ലാത്ത രേഖകൾ കോടതിക്ക് കേസെടുക്കാനുള്ള തെളിവായി സ്വീകരിക്കാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിശ്വാസ്യതയുള്ള രേഖകളുടെ അഭാവത്തിൽ മാസപ്പടി രേഖകൾ പരിഗണിക്കാനാവില്ലെന്നതാണ് കോടതി നിലപാട്. 24 കൊച്ചി. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം തള്ളിയ ഹൈക്കോടതി വിധി CPIM-നും സർക്കാരിനും ഒരേപോലെ ആശ്വാസമാണ്. മഴവിൽ സഖ്യത്തിന്റെ ഒരു ആരോപണം കൂടി തകർന്നു തരിപ്പണമായെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഹൈക്കോടതി ഉത്തരവ് UDF-ന് തിരിച്ചടിയല്ലെന്നും ലാവ്ലിൻ കേസിന് സമാനമായ അനിശ്ചിതത്വം ഇതിലുമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്കിന് കരിമണൽ കമ്പനിയായ CMRL സേവനമൊന്നും നൽകാതെ 1.72 കോടി രൂപ കൈമാറിയെന്ന ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തൽ സർക്കാരിനെയും CPIM-നെയും പിടിച്ചുകുലുക്കിയ വിവാദമാണ്. ഈ വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന ഹൈക്കോടതി ഉത്തരവ് അതുകൊണ്ട് തന്നെ സർക്കാരിനും CPIM-നും ഏറെ ആശ്വാസം പകരുന്നു. പ്രത്യേകിച്ചും 2026 നിയമസ്വാതന്ത്ര്യം മുന്നിൽ കണ്ട് സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഹൈക്കോടതി ഉത്തരവ് CPIM-ന്റെയും സർക്കാരിന്റെയും പ്രചരണത്തിന് ശക്തി പകരും. രാഷ്ട്രീയപ്രേരിതമായ ആരോപണത്തിലേറ്റ തിരിച്ചടിയാണ് ഹൈക്കോടതി വിധിയെന്നാണ് CPIM-ന്റെ ആദ്യ പ്രതികരണം. കുഴൽനാടൻ്റെ ഉണ്ടയില്ലാത്ത വെടി ഹൈക്കോടതി തന്നെ അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മഴവിൽ സഖ്യത്തിൻ്റെ ഒരു ആരോപണവും കൂടി തകർന്ന് തരിപ്പണായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. വിജിലൻസ് അന്വേഷണ ആവശ്യം ഹൈക്കോടതി തള്ളിയത് UDF-ന് തിരിച്ചടിയാണ്.
മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അനാവശ്യ ആരോപണം ഉന്നയിച്ച് അവഹേളിക്കാൻ ശ്രമിക്കുന്നുവെന്ന വിമർശനമാകും CPIഎമ്മിൽ നിന്ന് നേരിടേണ്ടി വരിക. എന്നാൽ ഹർജി രാഷ്ട്രീയപ്രേരിതമാണെന്ന വിജിലൻസ് കോടതിയുടെ പരാമർശം ഹൈക്കോടതി റദ്ദാക്കിയത് UDFന് ആശ്വാസകരമാണ്. എന്തായാലും ആ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് നിയമപരമായ ലീഗലായിട്ടുള്ള പ്രശ്നമാണ്. വിജിലൻസ് കേസാണോ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ മണി ലോണ്ടറിങ് ആക്റ്റാണോ PC ആക്റ്റാണോ നിലനിൽക്കുന്നത് എന്നുള്ളത് നിയമപരമായ പ്രശ്നം. 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാസപ്പടി കേസിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ച SFI അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. തൃശൂരിൽ വീണ്ടും പുലി ഇറങ്ങി. ചാലക്കുടി കാടുകുറ്റി കുറുവക്കടവിൽ ഇറങ്ങിയ പുലി വളർത്തുനായെ ആക്രമിച്ചു. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നുണ്ട്. അതേസമയം കുറുവക്കടവിലെ ജനാർദ്ദനൻ മേനോന്റെ വീട്ടിലെ നായയാണ് പുലി ആക്രമിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക് ആദ്യം. അമ്മേനെ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാണുമ്പോൾ ഞാൻ പട്ടീനെ പിടിച്ച് കടിച്ച് വലിച്ചോണ്ടിരിക്കുന്നു ഒരു സാധനം. അപ്പൊ ആദ്യം മറ്റേ കുറുനേരെന്ന് വിചാരിച്ചത്, പക്ഷെ കുറുനേര ഇല്ലായിരുന്നു. അതൊരു പുലിയുടെ പോലത്തെ ഒരു നല്ല വാലൊക്കെ നല്ല നീക്കത്തിലുള്ള ഒരു സാധനം. സൂരജ് സജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? ഈ മേഖലയിൽ സ്ഥിരമായി വന്യജീവി ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണോ? പ്രവിത, ഇതൊരു ജനവാസ മേഖലയാണ്, പ്രത്യേകിച്ച് ഒരു നഗരപ്രദേശത്തോട് ചേർന്ന മേഖല. ഈ ചാലക്കുടിയിൽ നഗരത്തിൽ പുലി ഇറങ്ങിയതിന്റെ ആശങ്കയെല്ലാം ഉണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ കാടുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്തും ഈ പുലി ഇറങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഒരു പുലിയാണോ എന്ന സംശയമാണ് നാട്ടുകാർക്കുള്ളത്. കാരണം ഈ ചാലക്കുടിയിൽ പുലിയെ കണ്ടതിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് ഇപ്പോൾ വീണ്ടും ഈ വളർത്തുനായ്ക്ക് നേരെ ഇപ്പോൾ പുലിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാടുകുറ്റി പഞ്ചായത്തിലെ 3-ാം വാർഡിൽ താമസിക്കുന്ന അമ്മിണിയമ്മയുടെ വീട്ടിലാണ് ഇന്ന് 9 മണിക്ക് ശേഷം പുലി എത്തുന്നതും അവിടെ ഉണ്ടായിരുന്ന അവരുടെ വളർത്തുനായെ കടിക്കുന്നതും ഉണ്ടായത്. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോൾ ഈ പുലി വളർത്തുനായെ കടിച്ചു പിടിച്ച നിലയിലായിരുന്നു. ഈ വീട്ടുകാർ ഈ ലൈറ്റൊക്കെ ഇട്ടതോടുകൂടി പുലി നായയെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട്. അവർ തിരച്ചിൽ നടത്തുന്നു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അടക്കം ഇപ്പോൾ വീട്ടിലെത്തി ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുമായെല്ലാം സംസാരിക്കുന്നു. ചാലക്കുടി നഗരത്തിൽ പുലി ഇറങ്ങിയതോടുകൂടി ആശങ്ക നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് കൂടുതൽ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ പുലി സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രവിധ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. വലിയ ആശങ്കയിലാണ് ആ മേഖലയിലുള്ളവർ. തൃശൂരിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ചാലക്കുടി കാടുകുറ്റി കുറുവക്കടവിലാണ് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. നായയെ ആക്രമിച്ചുവെന്നാണ് അവിടെയുള്ള പരിസരവാസികൾ പറയുന്നത്. വീട്ടിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റി. സുപ്രീംകോടതി കൊളീജിയത്തിന്റെ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഇരുണ്ട ദിനമെന്ന് അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ പറഞ്ഞു. യശ്വന്ത് വർമ്മയ്ക്ക് ജുഡീഷ്യൽ ചുമതലകൾ നൽകരുത് എന്ന് അലഹബാദ് ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. അതിനിടെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തീർപ്പാക്കി. വസതിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഡൽഹി ഹൈക്കോടതി ജഡ്ജ് യശ്വന്ത് വർമ്മയെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാൻ സുപ്രീംകോടതി കൊളീജിയം ശുപാർശ ചെയ്തത്. ശുപാർശ അംഗീകരിച്ച് സ്ഥലം മാറ്റിയുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ അലഹാബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. യശ്വന്ത് വർമ്മയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്നും ബാർ അസോസിയേഷൻ പ്രഖ്യാപിച്ചു. യശ്വന്ത് വർമ്മയ്ക്ക് ജുഡീഷ്യൽ ചുമതലകൾ നൽകരുതെന്ന് അലഹാബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. അതിനിടെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തീർപ്പാക്കി. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ജസ്റ്റിസ് അഭയ സോക്ക അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. 24 ഡൽഹി. നിലമ്പൂരിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. മെയ് മാസത്തോടെ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് സൂചന. അന്തിമ വോട്ടർ പട്ടിക മെയ് 5 പ്രസിദ്ധീകരിക്കാൻ മലപ്പുറം ജില്ലാ കളക്ടർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പിന് വേണ്ട ഒരുക്കങ്ങൾ നടത്താൻ മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. അന്തിമ വോട്ടർ പട്ടിക മെയ് 5 പ്രസിദ്ധീകരിക്കണം. മെയ് മാസത്തോടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അംഗത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നൊരുക്കം ഏകോപിപ്പിക്കാനുള്ള ചുമതല രാഷ്ട്രീയകാര്യ സമിതി അംഗം AP അനിൽകുമാറിന് നൽകി. LDFൽ M സ്വരാജിനാണ് ചുമതല. നിലമ്പൂരിലേത് അഭിമാന പോരാട്ടമാകും മുന്നണികൾക്കും പാർട്ടികൾക്കും. സർക്കാരിനെയും CPIഎമ്മിനെയും വെല്ലുവിളിച്ച് PV അൻവർ നീങ്ങുമ്പോൾ എന്ത് വില കൊടുത്തും സീറ്റ് നിലനിർത്താനാണ് LDF ശ്രമം. പുതിയ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. സാമുദായിക വോട്ടുകൾ നിർണായകമാകുന്ന മണ്ഡലത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ ഇറക്കാനാണ് BJP ശ്രമം. 24 മലപ്പുറം.
സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കൂടുതൽ ശക്തമാക്കാൻ ആശാ വർക്കേഴ്സ്. സമരത്തിന്റെ 50-ാം ദിവസം തിങ്കളാഴ്ച മുടിമുറിച്ച് പ്രതിഷേധിക്കുമെന്ന് സമരസമിതി പ്രഖ്യാപിച്ചു. സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന്റെ ആനുകൂല്യങ്ങൾ നിഷേധിച്ചുവെന്ന് സമരസമിതി ആരോപിച്ചു. ആശമാരുടെ ആനുകൂല്യങ്ങൾ ഉയർത്തിയെന്ന കോൺഗ്രസ് BJP പ്രഖ്യാപനങ്ങൾ കബളിപ്പിക്കലാണെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ആശമാരുടെ രാപ്പകൽ സമരം 47-ാം ദിവസത്തിലാണ്. നിരാഹാരം 9-ാം ദിവസത്തിലും. തിങ്കളാഴ്ച സമരം 50 ദിവസം തികയും. അന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ച് സമരം നടത്താനാണ് ആശമാരുടെ തീരുമാനം. സ്ത്രീകളെ സംബന്ധിച്ചോളം മുടി എന്ന് പറയുന്നത് വളരെ വൈകാരികമായൊരു വിഷയമാണ്. പക്ഷേ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമുണ്ട്. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനെ ഇവിടെ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ കല്ലെറിയാനോ കത്തിക്കാനോ ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അതും ഒരു സ്വയം പീഡ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ മുടി മുറിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. കോൺഗ്രസ് BJP ഉൾപ്പെടെ ഭരിക്കുന്ന നിരവധി തദ്ദേശ സ്ഥാപനങ്ങൾ ആശമാർക്ക് കൂടുതൽ ആനുകൂല്യം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ പ്രഖ്യാപനങ്ങൾ പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയില്ലെന്ന് മന്ത്രി MP രാജേഷ്. സർക്കാർ കൊടുക്കില്ല എന്നുള്ളതല്ല പ്രശ്നം. സാധാരണഗതിയിൽ അത് സാധ്യമാവില്ല എന്നുള്ളതാണ്. ഓണറേറിയം മാത്രം മതി എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുള്ള ഒരു സമരം എങ്ങനെയാണോ ആശാ വർക്കർമാരെ വഞ്ചിക്കുന്നത് അതുപോലെ വഞ്ചിക്കുന്നൊരു തട്ടിപ്പാണ് ഇപ്പോൾ UDF-ഉം BJP-യും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ വർധനവ്. നിരാഹാര സമരം ആരംഭിച്ച ശേഷം സർക്കാർ സമരക്കാരെ ഇതുവരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ല. സമരം ചെയ്യുന്നവർക്ക് ഫെബ്രുവരി മാസത്തെ ആനുകൂല്യങ്ങൾ പ്രതികാര നടപടിയുടെ ഭാഗമായി നിഷേധിച്ചെന്നും ആരോപണമുണ്ട്. സമരത്തിന് പിന്തുണയുമായി വിവിധ ജില്ലകളിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. 24 തിരുവനന്തപുരം. SKN40 കേരള യാത്രയുടെ എറണാകുളം ജില്ലാ പര്യടനം പുരോഗമിക്കുന്നു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയുടെ ആദ്യ ദിന പര്യടനം മരടിൽ സമാപിച്ചു. നാളെ മെറൈൻ ഡ്രൈവിൽ നിന്ന് പര്യടനം പുനരാരംഭിക്കും. ലഹരിവിരുദ്ധ യാത്രയ്ക്ക് ഉപാധികളില്ലാത്ത പിന്തുണയുമായി വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിലെ കർഷകരും നാട്ടുകാരും. നാടിനെ കാർന്നു തിന്നുന്ന ലഹരിയെ പടിക്ക് പുറത്ത് നിർത്താനുള്ള ഇടപെടലുകൾക്ക് ഐക്യദാർഢ്യവുമായി ജനപ്രതിനിധികളും SKN40 കേരള യാത്രയുടെ ഭാഗമായി. വാഴക്കുളത്തിന്റെ ചിഹ്നം ഇതാണോ? അതെ. ഇവിടുന്ന് ഒരു എത്രായിരം കോടിയുടെ പൈനാപ്പിൾ കയറ്റുമതി ചെയ്യുന്നുണ്ടാവും. 2000 കോടി രൂപയുടെ പൈനാപ്പിൾ ഒരു വർഷം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. പൈനാപ്പിളാണ് ലഹരി. ഇവിടെ മധുരം നാടുകൾക്ക് മധുരം വിളറിക്കൊണ്ട് അത് ചെറുപ്പക്കാരായ ആളുകൾ കടന്നു വരുന്ന ഈ കൃഷിയിലേക്ക് കടന്നു വരുന്ന അവരുടെ നല്ലൊരു ജീവിത ലക്ഷ്യത്തിൽ അവർ കൈവരിക്കുന്നുണ്ട്. കഞ്ചാവും MDMA ഒന്നും ഇവിടെ കയറാൻ നിങ്ങൾ സമയം കഞ്ചാവിനൊന്നും പോകാൻ ഇവർക്ക് സമയമില്ല. മൂവാറ്റുപുഴ നഗരത്തിൽ ജനപ്രതിനിധികളും എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥരും യാത്രയ്ക്കൊപ്പം ചേർന്നു. ഏറ്റവും പുതിയ കാറുകളിലൊക്കെ നമ്മുടെ യുവാക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് എത്തിക്കുന്നതിനായിട്ടുള്ള മാഫിയ പ്രവർത്തിക്കുന്നതായിട്ട് അത്തരം മാഫിയ കേന്ദ്രീകരിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസം മുമ്പ് ഒരു പരിശോധന നടത്തിയിരുന്നു. അതേ കേസുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഒരു 3 പേരെ കൂടി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിറവം ചിന്മയ വിദ്യാപീഠ് ഗ്ലോബൽ ക്യാമ്പസിൽ കേരള യാത്രയ്ക്ക് അകമഴിഞ്ഞ പിന്തുണ. കേരളത്തിൽ അതിവേഗം പടരുന്ന സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ ആളുകളുടെ സ്വഭാവം മാറ്റിമറിക്കുന്നു. വല്ലാത്ത ക്രൂരത ചെയ്യാൻ, നൃത്തമായി പെരുമാറാൻ, പെറ്റമ്മയെ കൊന്നു കൊലപ്പെടുത്താനുമൊക്കെ ആളുകൾ തയ്യാറാകുന്നു. ലഹരി വ്യാപനം സർവശക്തിയും എടുത്ത് തടയുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. രാത്രി മരടിൽ നടന്ന പൊതുയോഗത്തിലും നിരവധി ആളുകൾ എത്തി. മാർഗമധ്യ കണ്ട എക്സൈസ് ഇൻസ്പെക്ടർമാരൊക്കെ പറയുന്നു, പോലീസിനും ഈ വിളികൾ കാരണം ഇരിക്കാൻ വയ്യ. അമ്മമാർ വിളിച്ചു പറയുന്നു, മകനെ കൊണ്ട് ശല്യമാണ്. നിങ്ങൾ കണ്ടതാണല്ലോ, സ്വന്തം മകനെ പേടിച്ച ഒരമ്മ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു ഒരു MDMA-ക്കാരൻ മകനെ. നമ്മുടെ നാട്ടിൽ MDMA ഉണ്ടാക്കുന്ന അതിരൂക്ഷമായ ക്രമസമാധാന പ്രശ്നം അത് നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. നമ്മൾ ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. നാളെ മറൈൻ ഡ്രൈവിൽ നിന്ന് ഗുഡ് മോർണിംഗ് വിത്ത് R ശ്രീകണ്ഠൻ നായർ മോർണിംഗ് ഷോയുടെ 2ാം ദിന പര്യടനം ആരംഭിക്കും. 24 കൊച്ചി. SKN40 കേരള യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി BPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ലഹരിവിരുദ്ധ യാത്ര നെട്ടൂരിലെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലും എത്തി. ലഹരിക്കെതിരായ യാത്രയിൽ 24-നൊപ്പം ഉണ്ടാകുമെന്ന് BPS ലേക്ക് ഷോർ മാനേജിംഗ് ഡയറക്ടർ SK അബ്ദുള്ള വ്യക്തമാക്കി. കേരളത്തിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ ഒന്നാണ് BPS ലേക്ക് ഷോർ.
VPS ഹെൽത്ത് കെയറിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംഷീർ വയലിന്റെ നേതൃത്വത്തിൽ ആശുപത്രി വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ലഹരിക്കെതിരായ SKN40 കേരള യാത്രയ്ക്ക് ലേക്ക് ഷോറിന്റെ പൂർണ്ണ പിന്തുണ. എൻ്റെ 40 കൊല്ലക്കാല ജീവിതത്തിനിടയിൽ ഏറ്റവും വലിയൊരു സാമൂഹിക ദൗത്യം ഞാൻ ഏറ്റെടുത്തപ്പോൾ ഡോക്ടർ ഷംഷീർ വയലും അദ്ദേഹത്തിൻ്റെ VPS ലേക്ക് ഷോറും വലിയ പിൻബലമാണ് നൽകിയിരിക്കുന്നത്. ലഹരിയെ മുഴുവനായി കേരളത്തിൽ നിന്നില്ലാതാക്കാൻ ഈ യാത്രയ്ക്ക് സാധിക്കട്ടെ എന്ന് VPS ലേക്ക് ഷോർ മാനേജിംഗ് ഡയറക്ടർ SK അബ്ദുള്ള. അദ്ദേഹത്തിൻ്റെ ഈ ദൗത്യത്തിന് സർവാത്മന പിന്തുണ നൽകാൻ അന്ന് തന്നെ നമ്മുടെ ചെയർമാനായ ഡോക്ടർ ഷംഷീർ വയൽ തീരുമാനിച്ചപ്പോൾ അത് രണ്ട് കൈകെട്ടി നമ്മൾ സ്വീകരിക്കുകയും അത് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ അവരോടൊപ്പം ഉണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഡി അഡിക്ഷൻ സെന്ററിൽ എത്തുന്നവരുടെ ഭീകരാവസ്ഥ ഡോക്ടർ സേവ്യർ PJ സരസമായി അവതരിപ്പിച്ചുവെങ്കിലും ഉള്ളുലയ്ക്കുന്നതായി. എന്റെ നേർക്ക് ഒരു പേഷ്യന്റ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഓടി വന്നു. എന്റെ ഹാർട്ട് നിൽക്കാൻ പോവുമായിരുന്നു. എന്റെ ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അടുത്തെത്തിയ അദ്ദേഹം കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാറാണ് എന്നെ രക്ഷിച്ചത്. ഉടനെ എന്റെ ശ്വാസമൊക്കെ പോയി തുടങ്ങിയത്. കാരണം എനിക്ക് എന്താ കിട്ടാൻ പോണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഇന്ന് ആ കുട്ടീനെ വിടുമ്പോ അമ്മ പറയുന്നു, സാർ ഞങ്ങളെ രക്ഷിച്ചു, ആ കുട്ടീനെ തിരിച്ചു കിട്ടിയില്ലേ. അപ്പൊ അതൊരു വളരെ നല്ല പണത്തേലും എന്തിനേലും കൂടുതൽ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ലഹരിയിൽ നിന്ന് വിമുക്തരായവർ അതിന്റെ ഭീകരാവസ്ഥയും വ്യക്തമാക്കി. യാത്രയോടനുബന്ധിച്ച് ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. 24 കൊച്ചി.